ഹലോ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഓൺലൈൻ ജേർണലിസം എന്ന് പറയുന്ന മൈനർ കോഴ്സാണ്. സെമസ്റ്റർ 2 കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പഠിക്കുന്ന സെമസ്റ്റർ 2 ഓൺലൈൻ ജേർണലിസം എന്ന് പറയുന്ന മൈനർ കോഴ്സ് പേപ്പറാണ്. അതിലെ ഫസ്റ്റ് മൊഡ്യൂളാണ്. വളരെ എളുപ്പത്തിലാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ നോക്കുക. വളരെ എളുപ്പത്തിലാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഓൺലൈൻ ജേർണലിസം, അതിൻ്റെ ഡെഫിനിഷൻ, കോൺസെപ്റ്റ്, ടെക്നിക്സ്, പിന്നെ ഡിജിറ്റൽ സ്പേസ് എന്താണ്, അതിൻ്റെ ഒരു ഹിസ്റ്ററി പഠിക്കാനുണ്ട്, പിന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനെ കുറിച്ച് പഠിക്കാനുണ്ട്, പിന്നെ മീഡിയ കൺവെർജൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്, പിന്നെ എവല്യൂഷൻ ഓഫ് ഓൺലൈൻ ജേർണലിസം ഇൻ ഇന്ത്യയിൽ എന്താണ് ഓൺലൈൻ ജേർണലിസത്തിൻ്റെ ഒരു എവല്യൂഷൻ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതാണ് പഠിക്കുന്നത്. ഓക്കെ, നമുക്കിനി വേറെ കാര്യങ്ങളൊന്നും പറയാതെ നേരെ എന്ത് ചെയ്യാം, കണ്ടന്റിലേക്ക് പോകാം. ഫസ്റ്റ്, എന്താണ് ഓൺലൈൻ ജേർണലിസം, എന്താണ് അതിന്റെ ഡെഫിനിഷൻ, എന്താണ് കോൺസെപ്റ്റ്, എന്തൊക്കെയാണ് ടെക്നിക്ക് എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. ഈ ഓൺലൈൻ ജേർണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രാക്ടീസ് ഓഫ് ഗാദറിംഗ്, പ്രൊഡ്യൂസിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ന്യൂസ് ആൻഡ് ഇൻഫർമേഷൻ ത്രൂ ദി ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് വാർത്തകൾ ശേഖരിക്കുകയും വാർത്തകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും വാർത്തകൾ വിതരണം ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഓൺലൈൻ ജേർണലിസം എന്ന് പറയുന്നത്. ഇറ്റ് ഇന്റഗ്രേറ്റ്സ് ട്രഡീഷണൽ ജേർണലിസം പ്രിൻസിപ്പിൾസ് വിത്ത് ദി ഡൈനാമിക് capabilities of digital media to creative, interactive, multimedia rich content accessible in real time. അതായത് നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ടെക്നിക്കുകൾ പുതിയ ടെക്നിക്കുമായിട്ട് സംയോജിപ്പിച്ച് വളരെ ഡൈനാമിക് ആയിട്ട് വളരെ പ്രൊഡക്റ്റീവായിട്ട് കണ്ടന്റുകൾ ഉണ്ടാക്കാൻ ആർക്ക് പറ്റുന്നുണ്ട്, ഓൺലൈൻ ജേർണലിസത്തിൽ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് പഴയതും പുതിയതും ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ അത് കൂട്ടിയോജിപ്പിച്ച് വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് വാർത്തകൾ പ്രൊഡ്യൂസ് ചെയ്യാനും വിതരണം ചെയ്യാനും ഓൺലൈൻ മീഡിയ വഴി അല്ലെങ്കിൽ ഓൺലൈൻ ജേർണലിസം വഴി സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി അതിൻ്റെ കോർ കോൺസെപ്റ്റ്സ് ഉണ്ട്, കുറച്ച് ടേംസ് ഉണ്ട്, അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. അതിൽ ഒന്നാമത് കോൺസെപ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് ഫീച്ചേഴ്സ്, ഫങ്ഷൻസ് എന്ന രീതിയിൽ പഠിക്കാം. ഫീച്ചേഴ്സ് എന്ന രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈൻ ജേർണലിസത്തിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ഇതൊക്കെ തന്നെയാണ് എഴുതി വെക്കേണ്ടത്. അതിലൊന്നാമത് ഇൻറ്ററാക്ടിവിറ്റി ആണ്. നമ്മുടെ പണ്ടത്തെ കാലത്തുള്ള മീഡിയ പോലെയല്ല ഓൺലൈൻ ജേർണലിസത്തിൻ്റെ പ്രത്യേകത എന്താ, നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് കമൻറ്റ് ചെയ്യാനും നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനും പെട്ടെന്ന് നമ്മുടെ അഭിപ്രായങ്ങൾ അത് എഴുതുന്ന ആളുകളിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റും. അത് കമൻ്റ് ആകാം, ഷെയർ ആവാം, ലൈക്ക് ആവാം, ഡയറക്റ്റ് മെസ്സേജ് ആവാം. അതാണ് ഒന്നാമത്തെ കോൺസെപ്റ്റ്. രണ്ടാമത് ഇമ്മീഡിയസി ആണ്. നമുക്ക് അവിടെ ടൈമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഒരു വാർത്ത ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കാനോ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, പുതിയ വാർത്തകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇമ്മീഡിയസി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വാർത്തകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത് മൾട്ടിമീഡിയ ഇൻ്റഗ്രേഷൻ ആണ്. മൾട്ടിമീഡിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമേജ്, ടെക്സ്റ്റ്, വീഡിയോസ്, ഓഡിയോ, ഗ്രാഫിക്സ്, ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൾട്ടിമീഡിയ എന്ന് പറയുന്നത്. ഇതെല്ലാം എവിടെ സംയോജിപ്പിച്ചിട്ടാണ് വരുന്നത്, നമ്മുടെ ഓൺലൈൻ ജേർണലിസത്തിൽ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇതൊക്കെ ഒരുമിച്ചാണ് വരുന്നത്. അതിനാണ് മൾട്ടിമീഡിയ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹൈപ്പർ ടെക്സ്റ്റുവാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കണ്ടന്റ് കൊടുക്കുന്ന സമയത്ത് ആ കണ്ടന്റ് മാത്രമല്ല കൊടുക്കുന്നത്, കണ്ടന്റിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ വേറെ ലിങ്കുകൾ പ്രൊവൈഡ് ചെയ്ത് അതിൽ നിന്ന് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നു. അതായത് കണ്ടന്റിന്റെ ഉള്ളിൽ വേറെ കണ്ടന്റ്, അതിൻ്റെ ഉള്ളിൽ വേറെ കണ്ടന്റ്, അതിൻ്റെ ഉള്ളിൽ വേറെ കണ്ടന്റ്. ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ വിക്കിപീഡിയ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ പേജ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെക്കുറിച്ചുള്ള വിവരങ്ങൾ വരും. അതിലെന്ത് ചെയ്യും, ഒരുപാട് നീല കളറിലുള്ള എഴുത്തുകൾ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ വീണ്ടും അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകും, അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഉണ്ടാവും. അങ്ങനെ ഹൈപ്പർ ടെക്സ്റ്റുവാലിറ്റി ആണ്. ടെക്സ്റ്റ് ഓഫ് ദ ടെക്സ്റ്റിനെയാണ് നമ്മൾ ഹൈപ്പർ ടെക്സ്റ്റുവാലിറ്റി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കസ്റ്റമൈസേഷൻ ആണ്. കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഡിയൻസിന് തീരുമാനിക്കാം എന്ത് കണ്ടന്റ് വായിക്കണം, എന്ത് കണ്ടന്റ് ആണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത്, എൻ്റെ ഇൻട്രസ്റ്റ് എന്താണെന്നൊക്കെ ഓഡിയൻസിന് ചൂസ് ചെയ്ത് അതിനനുസരിച്ച് കണ്ടന്റ് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. നമ്മുടെ പത്രത്തിലൊന്നും അങ്ങനെയല്ല അല്ലേ. ഒരാൾ പത്രം വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള ടോപ്പിക്ക് മാത്രമല്ല പത്രത്തിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ന്യൂസ് ചാനലിലും എനിക്ക് ഇഷ്ടമുള്ളത് മാത്രമല്ല ഉണ്ടാവുക. പക്ഷെ ഓൺലൈൻ ജേർണലിസത്തിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, പിന്നീട് ലഭ്യമാവുകയുള്ളൂ. പിന്നെ നോൺ ലീനിയർ നെറേറ്റീവ്സ് ആണ്. അതായത് നോൺ ലീനിയർ നെറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ പുതിയ തരത്തിലുള്ള, അതായത് മൾട്ടിമീഡിയ ഒക്കെ സംയോജിപ്പിച്ച് കണ്ടന്റ്, ഗ്രാഫിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഫോട്ടോസ്, ഇമേജസ്, ഗ്രാഫിക്സ്, വീഡിയോസ്, ഓഡിയോസ് ഒക്കെ സംയോജിപ്പിച്ചിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ കണ്ടന്റ് എത്തുന്നത്. ഒരേ തരത്തിലുള്ള കണ്ടന്റ് അല്ല നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ പത്രമാണെങ്കിൽ ഫുള്ള് ടെക്സ്റ്റും ഫോട്ടോസും മാത്രമാണ് കിട്ടുക.
അല്ലെങ്കിൽ വേറെയുള്ള ഓരോ മീഡിയ നമ്മൾ എടുത്ത് നോക്കുന്ന, ഇപ്പോൾ ടെലിവിഷൻ, റേഡിയോ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരേ ഫോർമാറ്റിലുള്ള കണ്ടന്റുകളാണ് നമുക്ക് കിട്ടുക. പക്ഷെ ഇതിൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെക്സ്റ്റ് വായിക്കണമെങ്കിൽ വായിക്കാം, ഫോട്ടോസ് കാണണമെങ്കിൽ ഫോട്ടോസ് കാണാം, വീഡിയോസ് കാണണമെങ്കിൽ വീഡിയോസ് കാണാം. എന്താണോ നിങ്ങളുടെ ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇനി ടെക്നിക്സ് ഇൻ ഓൺലൈൻ ജേർണലിസം ആണ്. എന്തൊക്കെ ടെക്നിക്കുകളാണ് ഓൺലൈൻ ജേർണലിസത്തിൽ ഉള്ളത് എന്നുള്ളതാണ്. അതിൽ ഒന്നാമത് എന്താണ്? കണ്ടന്റ് ക്രിയേഷൻ ആണ്. ഓക്കെ. ടെക്നിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ ഓൺലൈൻ ജേർണലിസത്തിൽ നമ്മൾ പുലർത്തിപ്പോരുന്ന ഓരോ രീതികൾ എന്തൊക്കെയെന്നുള്ളതാണ്. അതിലൊന്ന് കണ്ടന്റ് ക്രിയേഷൻ ആണ്. കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുക്കി, റൈറ്റിംഗ് കൺസൈസ് ആൻഡ് സ്കാനബിൾ ഹെഡ്ലൈൻസ് ആൻഡ് ആർട്ടിക്കിൾസ്, വളരെ ചുരുക്കിയിട്ടാണ് നിങ്ങൾ കണ്ടന്റുകളൊക്കെ എഴുതേണ്ടത്. പിന്നെ രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്ത് കണ്ടന്റ് എഴുതുകയാണെങ്കിലും എന്ത് ചെയ്യണം? നമ്മുടെ കീവേഡ്സ് ഉൾപ്പെടുത്തണം. കീവേഡ്സ് ഉൾപ്പെടുത്തിയാലേ അത് കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തുകയുള്ളൂ. മൂന്നാമത് എന്താണ്? മൾട്ടിമീഡിയ ടൂൾസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോറി ടെല്ലിങ്ങിനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഡിജിറ്റൽ ടൂൾസ്, ഇപ്പോൾ CMS പോലെ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം, അതായത് പിന്നെ ഓരോ കണ്ടന്റും മാനേജ് ചെയ്യാനും ഓരോ കണ്ടന്റും ഓരോ സ്ഥലത്ത് പ്ലേസ് ചെയ്യാനൊക്കെയുള്ള CMS സിസ്റ്റം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ക്യാൻവ, അഡോബ് പ്രീമിയർ പ്രോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ക്യാൻവ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ, ഗ്രാഫിക്സ് എഡിറ്റ് ചെയ്യാൻ. അഡോബ് പ്രീമിയർ പ്രോ എന്ന് പറയുന്നത് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ, അങ്ങനെയുള്ള കണ്ടന്റുകളൊക്കെ ഡിജിറ്റൽ ടൂൾസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ സോഷ്യൽ മീഡിയ യൂട്ടിലൈസേഷൻ ആണ്. അതായത് നിങ്ങൾ ചെയ്ത കണ്ടന്റ് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ട്വിറ്റർ വഴി, ഇപ്പോൾ എക്സ് ആണ്, ഇൻസ്റ്റാഗ്രാം വഴി, ഫേസ്ബുക്ക് വഴി നിങ്ങൾക്ക് പരമാവധി ഷെയർ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ എൻഗേജിങ് ഓഡിയൻസ് ത്രൂ പോൾസ്, #, ഇന്ററാക്റ്റീവ്സ്. അതായത് നിങ്ങളുടെ ഓൺലൈൻ ജേർണലിസം ഉപയോഗിച്ച് നിങ്ങളുടെ കണ്ടന്റ് എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. അതിനുള്ള ടെക്നിക്കുകളാണ് പറയുന്നത്. ഒന്ന് കണ്ടന്റ് ക്രിയേഷൻ ആണ്, രണ്ടാമത് ഡിജിറ്റൽ ടൂൾസ് ആണ്, മൂന്നാമത് സോഷ്യൽ മീഡിയ യൂട്ടിലൈസേഷൻ ആണ്. നെക്സ്റ്റ് നോക്ക് നിങ്ങൾ, ഡാറ്റ ജേർണലിസം ആണ്. ഡാറ്റ ജേർണലിസം എന്ന് പറഞ്ഞാൽ ഒരുപാട് കോംപ്ലക്സ് ആയിട്ട് ആളുകൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഡാറ്റ വിവരങ്ങളൊക്കെ ടേബിൾ ആയിട്ട്, ഗ്രാഫിക്സ് ആയിട്ട് കൊടുക്കുന്നതിനാണ് ഡാറ്റ ജേർണലിസം എന്ന് പറയാം. വളരെ സിമ്പിൾ ആയിട്ട് അവതരിപ്പിക്കുന്നതിനാണ് പറയാം. പിന്നെ ഇൻഫോഗ്രാഫിക്സ് ഫോർ ഈസി കോംപ്രഹെൻഷൻ, അതാണ് ഇവിടെ നേരത്തെ പറഞ്ഞത്. പിന്നെ വെരിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് വിവരം കൊടുക്കുന്ന സമയത്തും ഡബിൾ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? നിങ്ങൾ കണ്ടന്റുകൾ പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഓഡിയൻസ് അനാലിറ്റിക്സ്, അതായത് നിങ്ങളുടെ ഓഡിയൻസിന് ഏതാണ് ഇഷ്ടം, ഏറ്റവും കൂടുതൽ ക്ലിക്ക് ഏതിനാണ് വരുന്നത്, ഷെയർ ഏതിനാണ് വരുന്നത്, റീഡർ എൻഗേജ്മെന്റ്സ് എങ്ങനെയാണ് വരുന്നത്, അതൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ അനലിറ്റിക്സ് വഴി എന്ത് ചെയ്യാം? എടുക്കാം എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. ഇനി ഡിജിറ്റൽ സ്പേസ് എന്താണ് എന്നുള്ളതാണ്. നമ്മൾ ഡിജിറ്റൽ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു വിർച്വൽ എൻവയോൺമെന്റ് ആണ്. നമ്മുടെ ഒരു ചായക്കടയിൽ പോയി കഴിഞ്ഞാൽ ചായക്കട എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ട് അല്ലേ? ഇപ്പോൾ ക്ലാസ് റൂം പോയി കഴിഞ്ഞാൽ ക്ലാസ് റൂം എന്ന് പറയുന്ന സ്പേസ്, ആളുകൾ ഇരുന്ന് സംസാരിക്കുന്ന, കുട്ടികൾ ഇരുന്ന് സംസാരിക്കുന്ന, അവരുടെ അഭിപ്രായങ്ങൾ പറയുന്ന, അവരുടെ ആശയങ്ങൾ പങ്കുവെക്കുന്ന, അവരുടെ ഇമോഷൻസ് ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു ഇടമാണ് സ്പേസ് എന്ന് പറയുന്നത് അല്ലേ? ഇപ്പോൾ ചായക്കട ഒരു സ്പേസ് ആണ്, നമ്മുടെ വീട് ഒരു സ്പേസ് ആണ്, അതോടൊപ്പം തന്നെ നമ്മുടെ ക്ലാസ് റൂം ഒരു സ്പേസ് ആണ്. അതേപോലെ തന്നെ വെബ്സൈറ്റ് വഴി, സോഷ്യൽ മീഡിയ വഴി, ഇന്റർനെറ്റ് വഴി, ആപ്ലിക്കേഷൻസ് വഴി ആളുകളുടെ ഇമോഷൻസും അഭിപ്രായങ്ങളും ഐഡിയാസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു ഇടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിജിറ്റൽ സ്പേസ് എന്നുള്ളത്. അതെന്താണ്? ഇന്റർനെറ്റ് കൊണ്ടാണ് ആ ഒരു സ്പേസ് ഉണ്ടായിട്ടുള്ളത് അല്ലേ? ആളുകളൊക്കെ ഒത്തുകൂടി ഇന്റർനെറ്റിൽ ഒത്തുകൂടുന്ന ഒരു ഇടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിജിറ്റൽ സ്പേസ് എന്ന് പറഞ്ഞാൽ. ഈ ഡിജിറ്റൽ സ്പേസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് പിന്നെ കച്ചവടങ്ങൾ, ഇ-കൊമേഴ്സ്, ഇപ്പോൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള, അതോടൊപ്പം തന്നെ എന്റർടൈൻമെന്റുകൾ, ഓൺലൈൻ ലേണിംഗ്, സോഷ്യൽ മീഡിയ ഒക്കെ സാധ്യമായത് എല്ലാവരും ഇവിടെ എന്ത് ചെയ്യുന്നു? ഒത്തുകൂടുന്നത് കൊണ്ടാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. ഇനി ഇന്റർനെറ്റ് നമുക്കറിയാലോ. ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ നെറ്റ്വർക്ക് ആണ്. ഒരുപാട് കമ്പ്യൂട്ടറുകൾ അല്ലെങ്കിൽ ഒരുപാട് ഡിവൈസസ് കണക്ട് ചെയ്തിട്ടുള്ള വലിയ ഒരു നെറ്റ്വർക്ക് ആണ് എന്ത് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേഷൻ പർപ്പസിനായിട്ട് രൂപീകരിച്ച ഒരു നെറ്റ്വർക്കാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. അത് കാലത്തിനനുസരിച്ച് എന്ത് ചെയ്തു? ഫസ്റ്റ് അത് കമ്മ്യൂണിക്കേഷൻ പർപ്പസിനാണ് ഉണ്ടാക്കിയത്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് എന്റർടൈൻമെന്റിനൊക്കെ വേണ്ടിയിട്ടാണ് അല്ലേ? ഇൻഫോർമേഷൻ കിട്ടാൻ, അതോടൊപ്പം തന്നെ പല എക്കണോമീസ്, നമ്മുടെ കച്ചവടം ചെയ്യാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് നമ്മൾ ഇന്ന് കാണുന്ന ഇന്റർനെറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആർപ്പാനെറ്റ് പിന്നെ തുടക്കത്തിൽ അത് മിലിറ്ററി പർപ്പസിനാണ് ഉണ്ടായത്. പിന്നീട് എന്ത് ചെയ്തു? പിന്നെ അവരത് വികസിപ്പിച്ച് അത് ഇന്ന് നമ്മൾ കാണുന്ന ഇന്റർനെറ്റ് ആയി. പിന്നെ www എന്ന് പറയുന്നത് എന്താണ്? അതൊരു യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം. നമ്മൾ ഇന്ന് കാണുന്ന വെബ്സൈറ്റ് രൂപത്തിലൊക്കെ ഇന്റർനെറ്റ് വന്നത് എന്താണ്? www എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വന്നതാണ്. അത് കണ്ടെത്തിയത് ടിം ബെർണേഴ്സ്-ലീ ആണ്. 1989 കണ്ടെത്തിയത്.
അത് HTTP എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ ആണ് ഉപയോഗിക്കുന്നത്. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ആണ്. വെബ് പേജുകൾ തമ്മിൽ കണക്ട് ചെയ്യാനൊക്കെ ഈ ഒരു പ്രോട്ടോക്കോൾ ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, ആളുകൾക്ക് കണ്ടന്റ് ബ്രൗസ് ചെയ്യാനും ഷെയർ ചെയ്യാനും വെബ്സൈറ്റുകൾ ഉണ്ടാക്കാനും ഒക്കെ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് സാധിക്കുന്നുണ്ട്. പിന്നെ ഇമെയിൽ നമുക്കറിയാലോ, പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുക്കേണ്ട 1970s ഇമെയിൽ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് മെസ്സേജ് അയക്കാനും ഡോക്യുമെന്റ് ഷെയർ ചെയ്യാനൊക്കെ ഇന്നും ലോകത്തിൽ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇമെയിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഗൂഗിൾ സ്റ്റാർട്ട് ചെയ്തത് 1998 അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്ന വെബ്സൈറ്റ് എന്താണ്, ഗൂഗിൾ ആയിട്ട് മാറിയിട്ടുണ്ട്. അവരുടെ സർവീസസ് ഒക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ജിമെയിൽ, ഗൂഗിൾ ഡ്രൈവ്, പിന്നെ നിങ്ങൾ മാപ്പ് ആയിക്കോട്ടെ, ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, അതൊക്കെ എന്താണ് അവരുടെയാണ് കേട്ടോ. പിന്നെ ന്യൂ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന ബ്ലോഗ്, സോഷ്യൽ മീഡിയ, പോഡ്കാസ്റ്റ്, വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം, അതൊക്കെ എന്താണ് ന്യൂ മീഡിയ എന്ന് പറയുന്ന കാറ്റഗറി. അത് കൂടുതൽ സോഷ്യൽ മീഡിയ ഒക്കെയാണ് കേട്ടോ. ഇന്ററാക്റ്റീവ്, അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി. എല്ലാ ആളുകൾക്കും കണ്ടന്റ് ഷെയർ ചെയ്യാൻ പറ്റുന്നു, എല്ലാ ആളുകൾക്കും കണ്ടന്റ് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ റീൽസ് ഒക്കെ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കേട്ടോ. അങ്ങനെ വളരെ ചെറിയ രീതിയിലുള്ള ഹിസ്റ്ററിയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഇനി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണുള്ളത്, പുതിയ കാര്യങ്ങളൊന്നുമില്ല. ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണുള്ളത്. അതൊരു വിഷ്വൽ സെൻട്രിക് പ്ലാറ്റ്ഫോം ആണ്. ഫോട്ടോ, വീഡിയോ ഷെയർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് എന്നുള്ളതാണ് കീ ഫീച്ചേഴ്സിൽ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പ്രധാന ഓഡിയൻസ് എന്ന് പറയുന്നത് ന്യൂ ജനറേഷൻ ആണ്, ജെൻസി പോലുള്ള തലമുറയാണ്. പിന്നെ ഫേസ്ബുക്ക് 2004 അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പേഴ്സണൽ പ്രൊഫൈൽസ്, പേജസ്, ഗ്രൂപ്പ്സ് ഒക്കെ കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിനായിട്ട് അതിലുണ്ട്. ടെക്സ്റ്റ്, ഫോട്ടോസ്, വീഡിയോസ്, ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ മെസ്സഞ്ചർ ആണ് അതിൻ്റെ ഒരു ടെക്സ്റ്റിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്, മെസ്സേജ് അയക്കാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിലൊരു യങ്ങർ ജനറേഷനും ഓൾഡർ യൂസേഴ്സും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ജനറേഷനാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഉള്ളത്. പിന്നെ ലിങ്ക്ഡിൻ നിങ്ങൾക്ക് കേട്ട് പരിചയമില്ലാത്തൊരു സാധനമാവും ചിലപ്പോൾ. പ്ലാറ്റ്ഫോം നമ്മുടെ പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമാണ്. അതായത് നമ്മുടെ ജോലി ആവശ്യാർത്ഥം ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. നമുക്ക് ജോലി തിരയാൻ, നമുക്ക് നമ്മുടെ പിന്നെ CV അപ്ലോഡ് ചെയ്തിട്ട് ജോബ് കൊടുക്കുന്ന ആളുകൾക്ക്, ഇപ്പോൾ എംപ്ലോയേഴ്സ്ക്ക് നമ്മുടെ പ്രൊഫൈൽ എത്തിക്കാനുള്ള ഒരു ഇടമാണ് ലിങ്ക്ഡിൻ. അപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ലിങ്ക്ഡിനിൽ ഉള്ളത്. ഓക്കെ, മെയിനായിട്ട് അതിലുള്ളത് പ്രൊഫഷണൽസ്, ജോബ് സീക്കേഴ്സ്, കമ്പനീസ്. പിന്നെ വാട്സപ്പ് അറിയാലോ, ഒരു മെസ്സേജിങ് ആപ്പാണ്. റിയൽ ടൈം കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ വോയിസ്, വീഡിയോ കോള്, ഗ്രൂപ്പ് ചാറ്റ്, കൊളാബറേഷൻ, സ്റ്റാറ്റസ് ഒക്കെ ഉണ്ട്. അതിൽ എല്ലാ ഗ്രൂപ്പ് ആളുകളും അത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എക്സ്, പണ്ട് ട്വിറ്റർ എന്നാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോമാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ടൈം അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. ഒരു 280 ക്യാരക്ടേഴ്സ് അത്ര ടെക്സ്റ്റ് അതിൽ പറ്റുള്ളൂ. വളരെ ചുരുങ്ങിയ ടെക്സ്റ്റ് മാത്രമേ അതിൽ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇമേജസ്, വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യാം. ട്രെൻഡിങ് ടോപ്പിക്സ് ഉണ്ടാവും, ഹാഷ്ടാഗ്സ് ഉണ്ടാവും, റിയൽ ടൈം എൻഗേജ്മെന്റ്സ് ഒക്കെ അതിലുണ്ടാവും. ന്യൂസ്, പബ്ലിക് ഫിഗേഴ്സ്, ബ്രാൻഡ് അനൗൺസ്മെന്റ്സ് ഒക്കെ അതിൽ ഏറ്റവും കൂടുതൽ വരാറുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന പ്രൊഫഷണൽസ്, ജേർണലിസ്റ്റ്, പബ്ലിക് ഫിഗേഴ്സ് ഒക്കെ അതിൽ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ കോറ എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ പ്ലാറ്റ്ഫോം ആണ്. ആളുകൾക്ക് എത്ര രീതിയിലുള്ള എന്ത് ക്വസ്റ്റ്യൻസും വേണമെങ്കിൽ ചോദിക്കാം, അതിന് വേറെ ആളുകൾ ഉത്തരം കൊടുക്കും. അതെന്ത് ചെയ്യും, പബ്ലിക്കിന് അവൈലബിൾ ആവുന്ന വളരെ പിന്നെ എന്താണ് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ആണ് കോറ എന്ന് പറയുന്നത്. അതിൽ ഡൈവേഴ്സ് ടോപ്പിക് ഉണ്ടാവും, ടെക്നോളജി, പേഴ്സണൽ ഗ്രോത്ത് പോലുള്ള ഒരുപാട് ടോപ്പിക് അതിലുണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നോളജ് സീക്കേഴ്സ്, പ്രൊഫഷണൽസ്, എന്തൂസിയാസ്റ്റ്, അതോടൊപ്പം തന്നെ ഓൾ ഫീൽഡിലുള്ള ആളുകളും ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവാറുണ്ട്. ഇനി മീഡിയ കൺവെർജൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ്. എന്താണ് മീഡിയ കൺവെർജൻസ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മീഡിയ കൺവെർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി മീഡിയ, ടെക്സ്റ്റ് അല്ലെങ്കിൽ നമ്മൾ മുമ്പ് കണ്ടിരുന്ന പല മീഡിയയും ഒറ്റ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്ന, ഇപ്പോൾ പ്രിന്റ്, റേഡിയോ, ടെലിവിഷൻ, ഇതൊക്കെ എല്ലാം കൂടി ഒറ്റ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആവുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മീഡിയ കൺവെർജൻസ് എന്ന് പറയുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം. ഇപ്പോൾ റേഡിയോ, ഇപ്പോൾ TV ചാനൽ, റേഡിയോ, പ്രിന്റ് മീഡിയ, ഇതൊക്കെ എന്താണ് ഓൺലൈനിൽ ഒറ്റ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ മനോരമേൻ്റെ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ മനോരമക്ക് മനോരമ ചാനലുണ്ട്, മഴവിൽ മനോരമ അല്ലെങ്കിൽ മനോരമ ന്യൂസ് ഉണ്ട്. അവർക്ക് റേഡിയോ ഉണ്ട് അല്ലേ, റേഡിയോ മാംഗോ എന്ന് പറയുന്ന, റേഡിയോ മാംഗോ എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ പത്രം ഉണ്ട് അല്ലേ. ഇതൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആവുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥാവിശേഷണത്തിനെയാണ് നമ്മൾ മീഡിയ കൺവെർജൻസ് എന്ന് പറയാം. ഇനി അതിൻ്റെ ഇംഗ്ലീഷ് നോക്കാം. മീഡിയ കൺവെർജൻസ് refers to the integration of various forms of media and technology
into a unified digital environment, enabling seamless interaction, content sharing, and new consumption habits. This concept has reshaped how information is created, distributed, and consumed. Okay, അതായത് നമ്മൾ എങ്ങനെയാണ് ഇൻഫോർമേഷൻസ് ഉണ്ടാക്കുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്, കൺസ്യൂം ചെയ്യുന്നതൊക്കെ ചേഞ്ച് ചെയ്തു. കാരണം എന്താണ്, ഒക്കെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഒരാൾ വേറെ ഇരുന്നിട്ട് റേഡിയോ കേൾക്കേണ്ടതില്ല, വേറെ പത്രം വായിക്കേണ്ടതില്ല, വേറെ ന്യൂസ് ചാനൽ കാണേണ്ടതില്ല. അതൊക്കെ എന്താണ്, ഒറ്റ പ്ലാറ്റ്ഫോമിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അല്ലേ. അതാണ് ഇവിടെ മീഡിയ കൺവെർജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കമ്പൈനിങ് ടെക്നോളജീസ് എന്താണെന്ന് നോക്കാം. കമ്പൈനിങ് ടെക്നോളജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഉപയോഗിച്ചിരുന്ന ടെക്നോളജീസും ഇന്ന് ഏറ്റവും പുതിയുള്ള ഡിജിറ്റൽ മീഡിയ ടെക്നോളജീസ് ചെയ്യുന്നു, അത് രണ്ടെണ്ണം കമ്പൈൻ ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. അതായത് പുതിയ സംഗതികളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് കമ്പൈനിങ് ടെക്നോളജീസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മീഡിയ കൺവെർജൻസിൻ്റെ ഭാഗമായിട്ട് വരുന്ന സംഗതിയാണെന്ത്, കമ്പൈനിങ് ടെക്നോളജി എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സ്മാർട്ട് ഫോൺസ് കമ്പൈനിങ് കമ്മ്യൂണിക്കേഷൻ വിത്ത് മീഡിയ കൺസെപ്ഷൻ ആൻഡ് ക്രിയേഷൻ. അതായത് പിന്നെ ഈ സ്മാർട്ട് ഫോൺ നമ്മൾ ഫോൺ വിളിക്കാൻ മാത്രമല്ല ഉപയോഗിക്കുന്നത് അല്ലേ, നമ്മളത് വീഡിയോ കാണാൻ ഉപയോഗിക്കുന്നുണ്ട്, ന്യൂസ് കാണാൻ ഉപയോഗിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഫോട്ടോഗ്രാഫിക്ക് ഉപയോഗിക്കുന്നുണ്ട്, വീഡിയോ എഡിറ്റിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഒരു ഡിവൈസ് ഒറ്റ പർപ്പസിനല്ല ഉപയോഗിക്കുന്നത്, ഒരുപാട് പർപ്പസിന് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ സ്മാർട്ട് ടി വി നമ്മൾ ഉപയോഗിക്കുന്നത് വെറും പിന്നെ യൂട്യൂബും എന്താണ് ഡിഷ് ടി വിയിലുള്ള കാഴ്ചകൾ കാണാനല്ല, അതിന് പുറമെ OTT പ്ലാറ്റ്ഫോമുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിത് കാണുന്നുണ്ട്. ഇപ്പോൾ സൂം ആൻഡ് മൈക്രോസോഫ്റ്റ് ടീംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊളാബറേഷൻ ഫീച്ചേഴ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരൊറ്റ സംഗതി ആയിരിക്കും, പക്ഷെ അതെന്താണ്, ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതാണ് കമ്പൈനിങ് ടെക്നോളജീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് കണ്ടന്റ് ഷെയറിംഗ് ആണ്. ഇതൊക്കെ മീഡിയ കൺവെർജൻസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. The ability to distribute and share media content across different platforms and devices, often real time. ഒരൊറ്റ ടൈമിൽ തന്നെ വിവിധ പ്ലാറ്റ്ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോണ്ടന്റ് ഷെയർ ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ എന്താണ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിലൊക്കെ എന്ത് ചെയ്യുന്നു, ഒരേ സമയത്ത് തന്നെ നമുക്ക് ഫോട്ടോസും വീഡിയോസും സ്റ്റോറീസും ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ടി വിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആപ്പിൽ കൊടുക്കാം, യൂട്യൂബ് ചാനലിൽ കൊടുക്കാം, പോഡ്കാസ്റ്റിൽ കൊടുക്കാം. അതാണ് ഇവിടെ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി തന്നെയാണ് ഇവിടെ വരുന്നത്. അതായത് ഒറ്റ പ്ലാറ്റ്ഫോമിന് പുറമെ ഒരുപാട് പ്ലാറ്റ്ഫോമിൽ അറ്റ് എ ടൈം നമുക്ക് കണ്ടന്റ് ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ട് എന്നുള്ളതാണ്. അതാണ് കണ്ടന്റ് ഷെയറിംഗ്. മൂന്നാമത് ചേഞ്ചിങ് ഹാബിറ്റ്സ് ആണ്. ഈ ഒരു മീഡിയ കൺവെർജൻസ് വന്നോട് കൂടിയിട്ട് ആളുകൾ എങ്ങനെയാണ് പിന്നെ മീഡിയ ഉപയോഗിക്കുന്നത്, ആളുകൾ എങ്ങനെയാണ് വാർത്തകളും അത്തരം പ്രോഗ്രാംസും കൺസ്യൂം ചെയ്യുന്നത് എന്നുള്ളത് ഡിഫറെൻ്റ് ആയി അല്ലേ. മുമ്പൊക്കെ നമുക്ക് തന്ന വാർത്തകൾ കാണുക, അല്ലെങ്കിൽ പത്രത്തിൽ വന്ന വാർത്തകൾ വായിക്കുക എന്നുള്ള ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് ആളുകളുടെ ഹാബിറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. അതെങ്ങനെയൊക്കെയാണ് ചേഞ്ച് ആയതെന്നാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത് ഓൺ ഡിമാൻഡ് വ്യൂവിംഗ് ആണ്. അതായത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം കണ്ടാൽ മതി. ഇപ്പം നെറ്റ്ഫ്ലിക്സ്, ആമസോൺ ഒക്കെ വന്നതോട് കൂടിയിട്ട് ഷെഡ്യൂൾഡ് പ്രോഗ്രാംസിന് വലിയ ഇതില്ല. പണ്ടൊക്കെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മളവിടെ പോയിരുന്നാൽ മാത്രമേ സിനിമ കാണുള്ളൂ അല്ലേ. പരസ്യം 10 മിനിറ്റ് ഉണ്ടെങ്കിൽ പരസ്യം 10 മിനിറ്റ് കാണണം. ഇന്ന് അങ്ങനെയൊന്നുമില്ല. ഇന്ന് നമ്മുടെ ആവശ്യത്തിന് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഒരു കംഫർട്ടിന് ഇരുന്ന് സിനിമകളൊക്കെ ആസ്വദിക്കാനൊക്കെ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. രണ്ടാമത് യൂസർ ജനറേറ്റഡ് കണ്ടന്റ് കൂടി. ഇപ്പോൾ ടിക്ടോക്ക്, അതോടൊപ്പം ഇൻസ്റ്റാഗ്രാം ഒക്കെ വന്നതോട് കൂടിയിട്ട് അതിൽ ആളുകൾ ഉണ്ടാക്കുന്ന കണ്ടന്റ്, ഇപ്പോൾ അതിൻ്റെ ഓഡിയൻസ് ഉണ്ടാക്കുന്ന കണ്ടന്റുകൾ ഒരുപാട് വർദ്ധിച്ചു. പിന്നെ മൾട്ടിപർപ്പസ് യൂസ് ആയി. മൾട്ടിപർപ്പസ് യൂസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരൊറ്റ കണ്ടന്റ് തന്നെ ഒരുപാട് പ്ലാറ്റ്ഫോമിൽ അവർ കാണുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബിൽ ഒരു സിനിമ ഇരുന്ന് കണ്ട് വീട്ടിൽ പോകുമ്പോൾ ഞാനിത് എവിടെയായിരിക്കും ബാക്കി കാണുക, ചിലപ്പോൾ അതിൻ്റെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ എൻ്റെ പിന്നെ ആൻഡ്രോയിഡ് ടി വിയിലായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ബാക്കി കാണാം. അപ്പോൾ മൾട്ടി മൾട്ടി പ്ലാറ്റ്ഫോമിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇൻറ്ററാക്റ്റീവ് മീഡിയ ആണ്. ആളുകൾക്ക് ലൈവ് കമൻറ്റ്, പോൾസ്, സോഷ്യൽ മീഡിയ ഫീഡ്ബാക്ക് ഒക്കെ കൊടുത്ത് ആളുകളുടെ ഒരു കൺസ്യൂമിങ്, അല്ലെങ്കിൽ ആളുകൾ എങ്ങനെയാണ് ഇൻറ്ററാക്ട് ചെയ്യുന്നത്, ആളുകൾ എങ്ങനെയാണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതൊക്കെ എന്ത് ചെയ്തു, ചേഞ്ച് ആയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഇതിനെക്കുറിച്ചൊക്കെ ഒരു ജനറൽ ക്വസ്റ്റ്യൻസ് ആണ് വരിക കേട്ടോ. അത് അങ്ങനെ തന്നെ ആ രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുക. അതായത് വാട്ട് ആർ ദി ചേഞ്ചിങ് അങ്ങനെ എന്നല്ല ചോദിക്കുക. ഓക്കെ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുക. പിന്നെ ബെനിഫിറ്റ്സ് ഓഫ് മീഡിയ കൺവെർജൻസ് ആണ്. എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ്? ഒന്ന്, എൻഹാൻസ്ഡ് ആക്സസിബിലിറ്റി ആൻഡ് കൺവീനിയൻസ് ആണ്. ആളുകൾക്ക് കണ്ടന്റ് കൂടുതൽ കിട്ടുന്നു, അതോടൊപ്പം തന്നെ കൺവീനിയൻ്റ് ആയിട്ട് കിട്ടുന്നു. ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള നേരത്ത് കണ്ടാൽ മതി. ഗ്രേറ്റർ ഇൻറ്ററാക്ടിവിറ്റി ബിറ്റ്വീൻ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആൻഡ് ഓഡിയൻസ് അല്ലേ. ക്രിയേറ്റ് ചെയ്യുന്ന ആൾ, ക്രിയേറ്ററും ഓഡിയൻസും തമ്മിൽ നല്ല ബന്ധമുണ്ടായി. ബിസിനസ്സിനും മീഡിയ ഔട്ട്ലെറ്റ്സിനും നല്ല റീച്ച് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്താണ്, AR VR എക്സ്പീരിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു.
പിന്നെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഡിവൈഡ് ആണ്. ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ ഫോൺ ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഉള്ള ആളുകളും ഇല്ലാത്ത ആളുകളും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയാം. അതായത് ഡിജിറ്റൽ ടെക്നോളജി ലഭ്യമാകുന്ന ആളുകളും അത് ലഭ്യമല്ലാത്ത ആളുകളും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയാം. അതിന് ഒരുപാട് കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ജോഗ്രഫിക്കൽ ഏരിയ റേഞ്ച് കിട്ടാത്തതിൻ്റെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാരണങ്ങൾ അതിനുണ്ടാവും. അപ്പോൾ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറഞ്ഞാൽ ടെക്നോളജി ആക്സസ് ചെയ്യുന്ന ആളുകളും ആക്സസ് ചെയ്യാത്ത ആളും തമ്മിലുള്ള ഡിവൈഡിനെയാണ് ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയാം. പിന്നെ മിസ് ഇൻഫോർമേഷൻ ആണ്. ചില സമയത്ത് ആളുകൾ അൺവെരിഫൈഡ് ആയിട്ടുള്ള കണ്ടന്റുകളൊക്കെ ഷെയർ ചെയ്യുന്നു, അതുവഴി ഫേക്ക് ന്യൂസുകൾ പടരാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രൈവസി, ആളുകളുടെ പ്രൈവസി പലപ്പോഴും ബഹുമാനിക്കാതിരിക്കുക, അതിനെ പിന്നെ വല്ലാതെ മൈൻഡ് ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. പിന്നെ ഓൺലൈൻ ജേർണലിസം എങ്ങനെയാണ് ഇന്ത്യയിൽ വളർന്നത്, അതിൻ്റെ ഒരു എവല്യൂഷൻ ആണ്. 1990s ശേഷമാണ് ടെക്നോളജി അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഒക്കെ വന്നതോട് കൂടിയിട്ടാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ട് എന്ന് പറയുന്നത്, അല്ലേ? കാരണം ഓൺലൈൻ ജേർണലിസത്തിന് ഇന്റർനെറ്റ് ഇല്ലാതെ പറ്റില്ല. 1990s ശേഷമാണ് ഇന്ത്യയിൽ ഇന്റർനെറ്റ് എത്തുന്നത്. അതിൻ്റെ തുടക്കകാലത്താണ് 1995 to 2005 പിന്നെ ഇന്ത്യയിലെ ഫസ്റ്റ് ന്യൂസ് വെബ്സൈറ്റ് ദ ഹിന്ദു ആണ്. ഹിന്ദു ഓൺലൈനാണ് 1995 എന്ത് ചെയ്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് ന്യൂസ് വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തത്. പിന്നീട് ദ ടൈംസ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദുസ്ഥാൻ ടൈംസ് അവരൊക്കെ എന്ത് ചെയ്തു, അവരുടെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തു. പിന്നീട് എന്ത് ചെയ്തു, ഡിജിറ്റൽ വേർഷൻസ് ഓഫ് പ്രിന്റ് ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ വരാൻ തുടങ്ങി. പിന്നെ രണ്ടാമത്തെ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ 2005 മുതൽ 2010 വരെയാണ്. അവർ ഏറ്റവും കൂടുതൽ ചെയ്തതെന്ന് വെച്ചാൽ ഒരുപാട് ഓൺലൈൻ റീഡർഷിപ്പ് ഒരുപാട് വർദ്ധിച്ചു. ഓൺലൈൻ എഡിഷൻസ് എന്ത് ചെയ്തു, ഇമേജസും വീഡിയോസും ഹൈപ്പർ ലിങ്ക്സ് ഒക്കെ അതിലേക്ക് ആഡ് ചെയ്യാൻ തുടങ്ങി. ബ്ലോഗ്സ്, അതോടൊപ്പം തന്നെ സിറ്റിസൺ ജേർണലിസം, ആളുകൾ തന്നെ കണ്ടന്റ് ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ യൂസർ ജനറേറ്റഡ് കണ്ടന്റ് കൂടി ഈ ഒരു കാലഘട്ടത്തിൽ. പിന്നീട് 2010 മുതൽ 2015 വരെ ഇൻസ്റ്റന്റ് ന്യൂസ് എൻഗേജ്മെന്റ്സ് ആണ്. ഇപ്പോൾ ഫേസ്ബുക്കും ട്വിറ്ററും യൂട്യൂബും ഒക്കെ ന്യൂസിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടത്തിലാണ്. പിന്നെ ലൈവ് ന്യൂസുകളും ലൈവ് അപ്ഡേറ്റ്സ് ഒക്കെ യൂട്യൂബും ഫേസ്ബുക്കും വഴി കൊടുക്കാൻ തുടങ്ങി. മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ കൂടുതൽ വാർത്തകൾ കവർ ചെയ്യാൻ തുടങ്ങി ഈ ഒരു 2010-15. പിന്നീട് 15-20 കാലഘട്ടത്തിലാണ് ഇൻഡിപെൻഡന്റ് ജേർണലിസം എന്ന് പറയുന്ന ഒരു കാലഘട്ടം വന്നത്. അതായത് ദ ക്വിന്റ്, ദ വയർ, scroll.in, ആൾട്ട് ന്യൂസ്, ന്യൂസ് ലോണ്ടറി പോലുള്ള പുതിയ പ്ലാറ്റ്ഫോം, അതായത് മെയിൻ സ്ട്രീം മീഡിയ റിപ്പോർട്ട് ചെയ്യാത്ത വാർത്തകളൊക്കെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ അവഗണിക്കുന്ന സമൂഹത്തിന് നഷ്ടമാവുന്ന പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ ഞങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡന്റ് ജേർണലിസം ഉയർന്നു വരുന്നത് 2015-20 കാലഘട്ടത്തിലാണ്. അത് വലിയ പിന്നെ എന്ത് ചെയ്തു, വിപ്ലവം ഉണ്ടാക്കി. ആളുകൾ ഇന്ന് ഒരുപാട് പേര് ഇത്തരത്തിലുള്ള ന്യൂസ് വെബ്സൈറ്റുകളൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ ദ ക്വിന്റ്, വയർ, സ്ക്രോൾ, ന്യൂസ് അതൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. അതൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. പിന്നീട് കറണ്ട് ട്രെൻഡ് ആണ്. 2020 മുതൽ ഇന്ന് നമ്മൾ ഉള്ള ഒരവസ്ഥയിൽ എന്താണ് ഏറ്റവും കൂടുതൽ AI ഉപയോഗിച്ചുകൊണ്ട് ചാറ്റ് ബോട്ട്, ഓട്ടോമേറ്റഡ് ന്യൂസ് ക്യൂറേഷൻ ഒക്കെയാണ് ചെയ്യുന്നത്. സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് അല്ലെങ്കിൽ പൈസ കൊടുത്തുകൊണ്ട് കണ്ടന്റ് കിട്ടുന്ന ഒരവസ്ഥ ഉണ്ട്. ഡാറ്റ വിഷ്വലൈസ് ചെയ്ത് പോഡ്കാസ്റ്റ്, ഷോർട്ട് ഫോം വീഡിയോ കണ്ടന്റ്, ചെറിയ ചെറിയ ന്യൂസ് റീലൊക്കെ വാർത്തകളൊക്കെ വരുന്ന ഒരവസ്ഥയും എന്ത് ചെയ്യുന്നുണ്ട്, ഇന്നുണ്ട്. അതാണ് പുതിയ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. അതാണ്. ഓക്കെ, ഇനി അതിൻ്റെ ഒരു കൺക്ലൂഷൻ ആണ്, ഓൺലൈൻ ജേർണലിസം എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ ഒരു എന്താണ്, ജീവനില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഇന്ന് ഭയങ്കര ഡൈനാമിക് ആയിട്ട് ഭയങ്കര ഒരു ഇവോൾവിങ് രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇവോൾവ്മെന്റിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൺക്ലൂഷനിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങൾ പിന്നെ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കും ബാക്കിയുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യാം. ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെടട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവണം. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.